Hi friends, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എ പോർട്ട്ഫോളിയോ കൺസിസ്റ്റിംഗ് ഓഫ് 3 ഷെയർസ്. ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അതിൻ്റെ അകത്ത് 3 ഷെയർസ് ആണ്, 3 സെക്യൂരിറ്റീസ് ചേർന്നുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. സെക്യൂരിറ്റി എയും ബിയും സിയും അല്ലേ. അപ്പോൾ അത് ആ ഒരു പോർട്ട്ഫോളിയോയുടെ അകത്ത് ഓരോ ഷെയർസും എത്രത്തോളം അളവിലാണ്, ദറ്റ് ഈസ് അതിൻ്റെ വെയിറ്റേജ് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് വെയിറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 20% ആണ്, വെയിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് 50%, വെയിറ്റ് ഓഫ് സി എന്ന് പറയുന്നത് 30%. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും ബീറ്റ, ദറ്റ് ഈസ് ഓരോ സെക്യൂരിറ്റി കറസ്പോണ്ടിങ് ബീറ്റ, ദറ്റ് ഈസ് ബീറ്റ ഓഫ് എ ഈസ് ഈക്വൽ ടു 0.4, ബീറ്റ ഓഫ് ദ ബി ഈസ് ഈക്വൽ ടു 0.5, ബീറ്റ ഓഫ് ദി സി ഈസ് ഈക്വൽ ടു 1.1 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓരോ സെക്യൂരിറ്റിയും എക്സ്പെക്റ്റഡ് റിട്ടേൺ, ദറ്റ് ഈസ് റിട്ടേൺ ഓഫ് എ ഈസ് ഈക്വൽ ടു 14% ആണ്, റിട്ടേൺ ഓഫ് ബി ഈസ് ഈക്വൽ ടു 15%, റിട്ടേൺ ഓഫ് സി ഈസ് ഈക്വൽ ടു 21% എന്ന് പറയുന്നുണ്ട്. അടുത്തത് ടോട്ടൽ വേരിയൻസ്. ഓക്കെ, സോ ടോട്ടൽ വേരിയൻസ് എ ബി സി 3 സെക്യൂരിറ്റിയും ടോട്ടൽ വേരിയൻസ് ഉണ്ട്. ടോട്ടൽ വേരിയൻസ് മീൻസ് ടോട്ടൽ റിസ്ക്. ഓക്കെ, നമുക്കറിയാം നമ്മൾ സാധാരണ ടോട്ടൽ റിസ്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് വരിക? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് അല്ലേ. സോ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റിട്ടേൺ പെർസെൻറ്റേജ് തന്നുകൊണ്ടാണ് 14, 15, 21 എഴുതുക അല്ലേ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ പെർസെൻറ്റേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 14% നമ്മൾ എങ്ങനെ എഴുതാം? 14%. ഓക്കെ, ഇപ്പോൾ 14% ഈസ് ഈക്വൽ ടു എന്താണ്? 0.14 എന്നല്ലേ. ഓക്കെ, 14% ഈസ് ഈക്വൽ ടു എന്താണ്? 0.14 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. വേരിയൻസ് ഈസ് ഈക്വൽ ടു മറ്റേ x - x ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ, ഇൻറ്റു അതിൻ്റെ സം എടുത്തിട്ട് അതേ ഡിവൈഡ് ബൈ പാസ്റ്റ് ഡാറ്റ ആണെങ്കിൽ ഇതിൻ്റെ സം എടുത്തിട്ട് അതിനെ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? എൻ ചെയ്യുക. പ്രോബബിലിറ്റി ഡാറ്റ ആണെങ്കിൽ ഈ ഒരു ഇതിനെന്ത് ചെയ്യുക? ഇൻറ്റു പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ഇനി പറഞ്ഞു വെച്ചാൽ വേരിയൻസ് എപ്പോഴും x - x ബാർ ഹോൾ സ്ക്വയറിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് സ്ക്വയറിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10% ആണെന്ന് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ 10% ആണെന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുന്നതാണ്. ഇതിനായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 10% ആണെങ്കിൽ അപ്പോൾ വേരിയൻസ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എ എന്തായിരിക്കും? വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് ഈ 10ൻ്റെ സ്ക്വയർ ആയിരിക്കും, ദറ്റ് ഈസ് 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണെങ്കിൽ ഓക്കെ, അപ്പോൾ 10 എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 10%. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ 10 മീൻസ് 10%. അപ്പോൾ വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്, ദെർഫോർ 100 ആയിരിക്കും. പക്ഷേ കാര്യമുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പെർസെൻറ്റേജിലായിരിക്കും, അതുപോലെ തന്നെ വേരിയൻസ് ആണെങ്കിൽ പെർസെൻറ്റേജ് സ്ക്വയറിലായിരിക്കും. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് x - x ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജിന് എന്ത് വരും? സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു വേരിയൻസ് മീനിങ് ഫുൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? അതിൻ്റെ എന്തെടുക്കുന്നത്? സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരാം. ഇതിനെ നമ്മൾ പെർസെൻറ്റേജ് സ്ക്വയർ, ഇതിന് നമ്മൾ നോർമൽ നേരത്തെ പറഞ്ഞ പോലെ 10% നമുക്ക് എന്ത് ചെയ്യാം? 0.1 എഴുതിക്കൂടെ? 0.10. എനിക്ക് കാരണം 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10% മീൻസ് 10 ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0.10. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് 100% സ്ക്വയർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ 100 ഡിവൈഡ് ബൈ 1% ആണെങ്കിൽ നമ്മൾ 100, ഇവിടെ പെർസെൻറ്റേജ് സ്ക്വയർ അല്ലേ, അപ്പോൾ 100 × 100. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ എത്ര വരും? 10,000 എന്നുള്ള വരും, 4 0 വരും, വിച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് ആൻസർ 0.010. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും 100% സ്ക്വയർ ആണ് എന്തായി മാറിയത്? 0.0100 എന്നായത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ നമുക്ക് ഇതിനെ തിരിച്ച് ആ 100ലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻറ്റു 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഓക്കെ, അതായത് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, 100 × 100. ആ പെർസെൻറ്റേജ് സ്ക്വയർ ഒരു പെർസെൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് സ്ക്വയറിലേക്ക് ആക്കാൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേരിയൻസ് തന്നിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു രൂപത്തിലാണ്. നമ്മൾ ഡിവൈഡ് ബൈ 100 2 വട്ടം ഡിവൈഡ് ചെയ്ത രൂപത്തിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പഠിക്കുന്ന രൂപത്തിലാണ്, നോർമൽ നമ്പറിൻ്റെ രൂപത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെന്ത് ചെയ്യണം? 100 × 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ സാധാരണ പഠിക്കുന്ന നോർമൽ നമ്പേഴ്സിൻ്റെ ഇപ്പോൾ 10, 15, 20, 30 അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, ആ രൂപത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 0.015 × 100 × 100 എന്ന് പറയണം, വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു 150 ആയിരിക്കും, ഇതാണെങ്കിൽ 250 ആയിരിക്കും, ഇതാണെങ്കിൽ 1000 ആയിരിക്കും. ഓക്കെ, it is 0.100 × 100 × 100 which is equal to 1000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ പെർസെൻറ്റേജ് സ്ക്വയറിൽ ഇപ്പോൾ 150% സ്ക്വയർ, 250% സ്ക്വയർ, 1000% സ്ക്വയർ,
ഇങ്ങനെയായിരിക്കും ഇത് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ 150% നമ്മൾ 150% ഏതിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ 10% ഈസ് ഈക്വൽ ടു 0.10 എന്ന് എഴുതുന്ന പോലെ 150% സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു ഇതിനെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. therefore 0.0150 ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു 0.0150 എന്ന് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കണം. നമ്മളിവിടെ വേരിയൻസ് എടുത്തിട്ടുള്ളത് ഡെസിമൽ രൂപത്തിലാണ്, അല്ലാതെ പെർസെൻറ്റേജ് സ്ക്വയറിലല്ല. ആ പെർസെൻറ്റേജ് സ്ക്വയറിനെ കൺവേർട്ട് ഡെസിമലിലോട്ട് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ കാൽക്കുലേഷൻ അതിനനുസരിച്ചുള്ളൊരു പ്രശ്നം എന്ത് ചെയ്യും നിങ്ങൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി തന്നത്. തിരിച്ച് താഴെയുള്ള അടുത്ത ഡാറ്റയിലോട്ട് വരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് പോർട്ട്ഫോളിയോ റിട്ടേൺ എത്രയാണ്? 10% ആണ് അല്ലേ. അപ്പോൾ 10% മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അങ്ങനെ പെർസെൻറ്റേജിലല്ലോ വേരിയൻസ് എന്തെങ്കിലും. അപ്പോൾ മാർക്കറ്റ് വേരിയൻസ് പല ഫോർമുലയിൽ നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ വേണ്ടേ. അപ്പോൾ നിങ്ങളിവിടെ എടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ എങ്ങനെ എടുക്കും? 10% സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്നുള്ള രൂപത്തിലെടുക്കും. അങ്ങനെ 100 എന്നുള്ള എടുക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ വേരിയൻസ് സെക്യൂരിറ്റിയുടെ വേരിയൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? ഡെസിമലിൻ്റെ രൂപത്തിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് 10 ആണെങ്കിൽ അപ്പോൾ തിരിച്ച് വേരിയൻസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ശരിയാണ്, 10% സ്ക്വയർ 100 അല്ലേ. 100% സ്ക്വയർ ആണ്. അപ്പോൾ 100% സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 100% സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0.0100 ഇങ്ങനെ എടുക്കണം. എനിക്ക് 0.0100 എന്നുള്ളതായിട്ടായിരിക്കണം മാർക്കറ്റിൻ്റെ എന്തായിട്ട് എടുക്കേണ്ടത്? വേരിയൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 0.0100 വെച്ചാൽ 0.01. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ വേരിയൻസ് എടുത്തേക്കുന്നത് അങ്ങനെ ആ ഒരു ഡെസിമൽ രൂപത്തിലാണ്, 0 എന്നുള്ള ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മുടെ 10% ആണ്. അപ്പോൾ അതിന് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. ഇനി യു ആർ ഗിവൻ ദ ഫോളോയിങ് അഡീഷണൽ ഡാറ്റ. കോവേരിയൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. കോവേരിയൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി 0.030. അതുപോലെ തന്നെ എയും സിയും തമ്മിൽ 0.020. അതുപോലെ തന്നെ ബിയും സിയും തമ്മിൽ 0.040. അങ്ങനെ ഓരോ കോമ്പിനേഷൻ എയും ബിയും, അതുപോലെ തന്നെ എയും സിയും ബിയും സിയും. ഇതിൻ്റെ ആവശ്യം നമുക്കറിയാം. എവിടെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ കൺസിസ്റ്റിംഗ് ഓഫ് 3 സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ നിങ്ങൾക്ക് കോവേരിയൻസ് ആവശ്യമാണ്. ഓരോ സെക്യൂരിറ്റീസ് തമ്മിലുള്ള അവരുടെ കോവേരിയൻസ് ആവശ്യമാണ്. ആ ഫോർമുല നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോർട്ട്ഫോളിയോ ബീറ്റ. അപ്പോൾ നമ്മൾ ബാക്കി എന്താ പറയുക, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഒരേ സമയത്ത് ചിന്തിക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് ഫീൽ. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പോർട്ട്ഫോളിയോ ബീറ്റ അല്ലേ. സോ പോർട്ട്ഫോളിയോ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ എത്രയാണോ ഇൻറ്റു അതിൻ്റെ ബീറ്റ എത്രയാണ്, പ്ലസ് വെയിറ്റ് ഓഫ് ബി എത്രയാണോ ഓക്കെ അതിൻ്റെ ബീറ്റ എത്രയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ പ്ലസ് വെയിറ്റ് ഓഫ് സി എത്രയാണോ അതിൻ്റെ ബീറ്റ ഓഫ് സി എത്രയാണ്. സോ ഇത്രയുള്ള ഉള്ളൂ, സിമ്പിൾ അല്ലേ. ഇത് നമ്മൾ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വെയിറ്റ് ആവറേജ് ബീറ്റ. therefore ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് കറസ്പോണ്ടിങ് വെയിറ്റ് ഓഫ് എ, വെയിറ്റ് ഓഫ് ബി, വെയിറ്റ് ഓഫ് സി തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് നേരെ തന്നെ എന്തുണ്ട് ബീറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുത്താൽ പോരെ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പോർട്ട്ഫോളിയോ ബീറ്റ ഈസ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ വെയിറ്റേജ് 0.2 ആണ് ഇൻറ്റു 0.4. സോ 0.2 ഇൻറ്റു 0.4 പ്ലസ് അടുത്തത് 0.5 ഇൻറ്റു 0.5, അടുത്ത് 0.3 ഇൻറ്റു 1.1. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ വെയിറ്റേജിന് അതിൻ്റെ കറസ്പോണ്ടിങ് ബീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോർട്ട്ഫോളിയോ ബീറ്റ നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ നമുക്ക് 0.66 ചെയ്ത് നോക്കുക. നിങ്ങൾ 0.66 എന്നുള്ള ആൻസർ കിട്ടി. വളരെ സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ, യാതൊരു കോംപ്ലിക്കേഷൻ അതിൻ്റെ അകത്തില്ല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിഡ്യൂവൽ വേരിയൻസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 ഷെയർസ്. ഓക്കെ, അപ്പോൾ ഓരോ ഷെയർസിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, റെസിഡ്യൂവൽ വേരിയൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് റെസിഡ്യൂവൽ വേരിയൻസ് ഉള്ളത് അല്ലേ. നമ്മൾ പുതിയൊരു ടൈമായിട്ട് ചിലർക്ക് തോന്നിയേക്കാം റെസിഡ്യൂവൽ വേരിയൻസ്. റെസിഡ്യൂവൽ വേരിയൻസ് പുതിയൊരു ടൈമാണോ? ഓക്കെ, നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ വേരിയൻസ്, റെസിഡ്യൂവൽ വേരിയൻസ് ഇട്ടേക്ക് നമ്മൾ സാധാരണ പഠിക്കുക, വേരിയൻസ് പഠിക്കുക അല്ലേ. വേരിയൻസ് വെച്ചാൽ ടോട്ടൽ റിസ്ക് ആണ്. അപ്പോൾ ഇനി റിസ്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ ടു എന്നാണ്, സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് ടോട്ടൽ റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി സെക്യൂരിറ്റി പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി സെക്യൂരിറ്റി ആണ്.
ഇനി എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി സെക്യൂരിറ്റി? നമ്മൾ ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ പ്രകാരം അതടുത്ത് വരും. ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ പ്രകാരം സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദ സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ ആണ്. ബീറ്റ ഓഫ് ദ സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ ആണ് നമ്മുടെ ഏത് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്ക്. ദെർഫോർ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ റിസ്കിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? സിസ്റ്റമാറ്റിക് റിസ്ക് മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ ആക്ച്വലി ഈ സിസ്റ്റമാറ്റിക് റിസ്കിന് ഡയറക്റ്റ് നമുക്കൊരു ഫോർമുല ഒക്കെ ഉണ്ട്. സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദി സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ അല്ലേ? അതേപോലെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന് ഫോർമുല ഒന്നുമില്ല. പകരം അത് ഒരു ബാലൻസിങ് ഫിഗർ ആണ് അല്ലേ? ബാലൻസിങ് ഫിഗർ ആണ്. ടോട്ടൽ റിസ്കിൽ നിന്ന് സിസ്റ്റമാറ്റിക് റിസ്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഒരു ബാലൻസിങ് ഫിഗർ, ഒരു റെസിഡ്വൽ ആണ്. എന്തിന് റിമൈനിങ് ആണ് ആരെന്ന് പറയുന്നത്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു. ഓക്കെ, ടോട്ടൽ റിസ്കിൽ നിന്ന് സിസ്റ്റമാറ്റിക് റിസ്ക് കുറക്കുമ്പോൾ കിട്ടുന്ന ആ ബാലൻസ് റിമൈനിങ് എന്താണോ വരുന്നത് ആ ബാലൻസ് ആണ് ആര്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ റെസിഡൽ വേരിയൻസ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? റെസിഡൽ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെസിഡൽ വേരിയൻസ് എന്ന് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് തന്നെയാണെന്ത്? റെസിഡൽ വേരിയൻസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റെസിഡൽ വേരിയൻസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 ഷെയർസ് എന്ന് പറയുമ്പോൾ എയും ബിയും സിയുടെയും എന്ത് വേണം? റെസിഡൽ വേരിയൻസ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ വേരിയൻസ് എന്നിട്ടില്ലേ അല്ലേ? നമ്മളിവിടെ ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ ടു സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് എന്ന് നമുക്ക് പറയുന്നത് ടോട്ടൽ വേരിയൻസ്. ടോട്ടൽ റിസ്കിന് നമുക്ക് ടോട്ടൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേരിയൻസ് പ്ലസ് അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേരിയൻസ് അല്ലേ? നമ്മൾ റിസ്കിന് പകരം അവിടെ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? റിസ്ക് മെഷർ ചെയ്യുന്ന വേരിയൻസിന്റെ രൂപത്തിലാണ്. അപ്പം എന്ത് ചെയ്യുക? വേരിയൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? സിസ്റ്റമാറ്റിക് വേരിയൻസ് പ്ലസ് അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ആണ്. എന്താണ് സിസ്റ്റമാറ്റിക് വേരിയൻസ്? ബീറ്റ ഓഫ് ദ സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അത് എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ വേരിയൻസ് ആ ഒരു സിസ്റ്റമാറ്റിക് വേരിയൻസ് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അൺസിസ്റ്റമാറ്റിക് വേരിയൻസ്, ദാറ്റ് ഈസ് നമ്മുടെ റെസിഡൽ വേരിയൻസ്. ഓക്കെ, അതിന് അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ആണ് റെസിഡൽ വേരിയൻസ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ടോട്ടൽ റിസ്ക് എത്രയാണെന്ന് അറിയണം. അത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡയറക്റ്റ്ലി തന്നില്ലേ? ടോട്ടൽ വേരിയൻസ് അഥവാ ടോട്ടൽ റിസ്ക് തന്നില്ലേ? അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ പോരെ? സിസ്റ്റമാറ്റിക് വേരിയൻസ് മൈനസ് ചെയ്താൽ പോരെ അല്ലേ? അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സെക്കൻഡ് ആൻസർ എഴുതുമ്പോൾ നമ്മൾ ഹെഡിങ് എഴുതും റെസിഡൽ വേരിയൻസ്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സെക്യൂരിറ്റിയുടെയും സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കും. കാരണം ടോട്ടൽ റിസ്ക് നമുക്ക് ഇവിടെ ഓൾറെഡി ടോട്ടൽ വേരിയൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആദ്യം എന്ത് വേണം? സിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് എ വേണം, സിസ്റ്റമാറ്റിക് വേരിയൻസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ബി വേണം അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദ സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദി എ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ അല്ലേ? ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് എ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ അല്ലേ? ഓക്കെ, ഇനി അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ബീറ്റ ഓഫ് ദ എ എടുക്കുക. ഒരെണ്ണം തന്നെ മര്യാദക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജസ്റ്റ് അതേപോലെ തന്നെ ചെയ്താൽ മതി. ബീറ്റ ഓഫ് ദ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബീറ്റ ഓഫ് എ ക്വസ്റ്റിൻ്റെ അകത്ത് എത്രയാണ്? 0.4 ആണ് അല്ലേ? അപ്പോൾ 0.4 എടുക്കുക. 0.4ൻ്റെ സ്ക്വയർ. ഓക്കെ, 0.4 സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ എടുക്കുക. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ 10 സ്ക്വയർ എടുക്കുക അല്ലേ? സോ 10 സ്ക്വയർ എടുത്തിട്ട് 10ൻ്റെ സ്ക്വയർ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ 100 എടുക്കും. ഇവിടെ എന്താ പ്രശ്നം വരാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഡെസിമലിലല്ല, ഐ മീൻ ഫുൾ ഫിഗർ ആണ് എടുക്കുന്നത്. ഇവിടെ ഓൾറെഡി വേരിയൻസ് തന്നുള്ള ടോട്ടൽ വേരിയൻസ് എന്നുള്ളത് ഏത് രൂപത്തിലാണ്? 0.015 0.025 അങ്ങനെയാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് നിങ്ങൾ 100 സപ്പോസ് നിങ്ങൾ ചെയ്തു പോയി എന്ന് വിചാരിക്കാൻ അറിയാതെ. സോ 0.4 സ്ക്വയർ ഇൻറ്റു 100 എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാർക്കറ്റ് 10 ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100 ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും നോക്കുക? 0.4 ഇൻറ്റു 0.4 സ്ക്വയർ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു നമുക്ക് 16 എന്നുള്ള ആൻസർ വരും, 16 എന്നുള്ള ആൻസർ വരും. ഓക്കെ അല്ലേ? നിങ്ങൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ടോട്ടൽ റിസ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ റിസ്ക് എത്രയാണ്? 0.015 ആണ്. ഓക്കെ, സോ 0.015 എന്നുള്ള നമ്പറിൽ നിന്നാണ് നിങ്ങൾ ഏത് മൈനസ് ചെയ്യുക? ഈ 16 മൈനസ് ചെയ്യുക. അപ്പോൾ 0.015 എന്നാണ് നമ്മൾ എന്ത് മൈനസ് ചെയ്യാൻ പോകുന്നത്? 16 മൈനസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ വലിയൊരു നെഗറ്റീവ് ഫിഗർ അല്ലേ നമുക്ക് കിട്ടാം. ഓക്കെ, 0.015 ഏത് മൈനസ് ചെയ്യുമ്പോൾ 0.015 മൈനസ് 16 എന്ന് പറയുമ്പോൾ -15.95 985 എന്നുള്ളൊരു നമ്പറാണ് വരിക നെഗറ്റീവ്.
അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം അവിടെ ഒരു മിസ്റ്റേക്ക് വന്നുള്ളത് നമ്മളിവിടെ സ്റ്റാൻഡ് ഡീവിയേഷൻ്റെ ഫുൾ ഫിഗർ, ഇവിടെ റിസ്ക് എടുത്തിട്ടുള്ളത് ഡെസിമലിൻ്റെ രൂപത്തിലാണ്, നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ഫുൾ ആയിട്ട് എടുക്കണം. ലൈക്ക് ഇപ്പോൾ 0.015 നമ്മൾ 150 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കിവിടെ ആൻസർ എഴുതുമ്പോൾ 150 മൈനസ് 16 134 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഫുൾ രൂപത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതും അതേപോലെ തന്നെ ഇവിടെ 0.025 നമുക്ക് എന്ത് ചെയ്യാം, 250 എടുക്കാം. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആൻസറിന് മാച്ച് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാതെ പകരം ഇവിടുത്തെ എലമെന്റ് ഈ ഒരു സ്റ്റാൻഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ നമ്മൾ 100 എടുക്കാതെ ഒരു ആലോചിച്ച് നോക്കാം. ഓക്കെ, 10 സ്ക്വയർ അല്ലേ, 10 സ്ക്വയർ ആണ് അല്ലേ. സോ 10 സ്ക്വയർ മീൻസ് 100 ആണ് അല്ലേ. അപ്പോൾ 100% സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പെർസെൻറ്റേജ് സ്ക്വയർ കളയുമ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ എന്ത് വരും, 10,000 വരും അല്ലേ. അപ്പോൾ ഇതെന്തായി മാറും, ദാറ്റ് മീൻസ് ഇതിൻ്റെ ആൻസർ വരുന്നത് 0.0100 എന്ന് വരില്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.4 ഇൻറ്റു 0.4 ഇൻറ്റു 0.0100 വിച്ച് ഈസ് ഈക്വൽ ടു 0.0016 എന്ന് വരും. ഓക്കെ ആണോ. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 0.0016 എന്നാണ് വരാം. അപ്പോൾ അത് നമ്മളൊന്നുമില്ല, ഈ ഒരു ഇതിനെ തിരിച്ച് നിങ്ങൾ ഇതിനെ തിരിച്ച് 10,000 കൊണ്ട് ഇതാക്കുകയാണെങ്കിൽ അതെന്ത് വരും, 10 എന്നുള്ളത് വരും. ഓക്കെ, 10 എന്നുള്ള ആൻസർ വരും. ഓക്കെ, ഇവിടെ 0100 ഇൻറ്റു നമ്മളുടെ 10ന്റെ സ്ക്വയർ എത്ര വരും, ഇവിടെ വേരിയൻസ് അല്ലേ, 10ന്റെ സ്ക്വയർ വേരിയൻസ് എത്ര വരും, 100 വരും. നമ്മൾ നേരത്തെ എടുത്തില്ലേ, 10ന്റെ സ്ക്വയർ 100 വേരിയൻസ് എടുത്തില്ലേ, അതേ സംഭവം തന്നെ ഇവിടെ വരും. ഇതിനെന്ത് വേണമെങ്കിൽ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ 10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ സാധാരണ ഇതിൽ കിട്ടുന്ന 100 ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റി, 100% സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു, ഫ്രാക്ഷനിലോട്ട് മാറ്റിയതാണ് എന്ത്, ഈ പറഞ്ഞ 0.0100 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മളെ ആൻസർ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു എത്ര ഇടും, 0.0016 കിട്ടും. ഇതിങ്ങനെ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ്റെ അകത്ത് ടോട്ടൽ വേരിയൻസ് ആ രൂപത്തിൽ തന്നത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് ടോട്ടൽ വേരിയൻസ് 150 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ 100 എടുത്ത് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലത്തെ വ്യത്യാസം. അതൊന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഓക്കെ, അതിലൊരു ക്ലാരിറ്റി ആദ്യം ഉണ്ടാക്കുക, ദെൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റത്തെ ആൻസർ 0.0016 കിട്ടും. നമ്മൾ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ. യെസ്, അതേപോലെ തന്നെ 0.0016 കിട്ടും. ദെൻ സെക്കൻഡ്, രണ്ടാമത്തെ സെക്യൂരിറ്റി സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ബീറ്റ ഓഫ് ദി ബി സ്ക്വയർ. ഓക്കെ, ബീറ്റ ഓഫ് ദി ബി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ അല്ലേ. സോ ബീറ്റ ഓഫ് ദ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബീറ്റ ഓഫ് ദ ബി ക്വസ്റ്റിൻ്റെ അകത്ത് 0.5 ആണ് അല്ലേ. അപ്പോൾ 0.5ൻ്റെ സ്ക്വയർ 0.5 സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 അല്ലേ. 100% സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.0100 അല്ലേ. ഓക്കെ, സോ ചെയ്ത് നോക്കുക. സോ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0100 വിച്ച് ഈസ് ഈക്വൽ ടു 0.0025 എന്നുള്ള ആൻസർ കിട്ടും, സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 0.0025 ആൻസർ കിട്ടി. അതേപോലെ ബീറ്റ ഓഫ് ദ സി. ഓക്കെ, ബീറ്റ ഓഫ് ദ സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്ക് 1.1 ആണ്. ഓക്കെ, സോ 1.1. സോ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് സി ഈസ് ഈക്വൽ ടു 1.1 സ്ക്വയർ ഇൻറ്റു 0.0100. ഓക്കെ, സോ 1.1 ഇൻറ്റു 1.1 സ്ക്വയർ ഇൻറ്റു 0.0100 is equal to 0.0121. ഓക്കെ, സോ നമ്മൾ ആൻസർ കിട്ടും 0.0121. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, ഓരോന്നിൻ്റെയും സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്, അഥവാ സിസ്റ്റമാറ്റിക് റിസ്ക് ഇൻ ദ ഫോം ഓഫ് വേരിയൻസിലാണ് നമുക്ക് കിട്ടിയുള്ളൂ അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ ഇതല്ല ചോദിച്ചുള്ളത്, ക്വസ്റ്റ്യൻ റെസിഡ്യൂവൽ വേരിയൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് റെസിഡ്യൂവൽ വേരിയൻസ് ആണ്, നമുക്ക് റിസ്കിന് പകരം വേരിയൻസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ റെസിഡൽ വേരിയൻസ് ആർ വി ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയൻസിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വേരിയൻസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 സെക്യൂരിറ്റിയും കാണണം. അപ്പോൾ ഫോർമുല എന്തായിരുന്നു, റെസിഡൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയൻസ് മൈനസ് ഏത് വേരിയൻസ്, സിസ്റ്റമാറ്റിക് വേരിയൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള സെക്യൂരിറ്റി എയുടെ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി എയുടെ ടോട്ടൽ വേരിയൻസ് എത്രയാണ്, 0.015 അല്ലേ. ഓക്കെ, അപ്പോൾ 0.015. അപ്പോൾ ആദ്യത്തെ റെസിഡൽ വേരിയൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0.015 ടോട്ടൽ വേരിയൻസ് മൈനസ് ഇവിടെ സിസ്റ്റമാറ്റിക് വേരിയൻസ് എത്രയാണ്, 0.0016 അല്ലേ. സോ 0.0016 ആണ് അല്ലേ. സോ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 0.015 മൈനസ്
0.0016 is equal to ആൻസർ 0.0134 കിട്ടും. ഓക്കെ, 0.0134 കിട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? മാച്ചിങ് ആയില്ലേ? സോ ഇത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ 0.015 നമ്മൾ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100 × 100 ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇത് എന്തായി മാറും? 150 മാറും. ഓക്കെ, സോ ഇത് നമ്മൾ 100 × 100 ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായി മാറും? -16 മാറും. അപ്പോൾ ഈ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? 134. അപ്പോൾ സാധാരണ നമ്പറിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഫുൾ നമ്പറിൻ്റെ രൂപത്തിൽ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വരിക. 150 - 16 134 രൂപത്തിലാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ അത് എന്താ പറയുക, പെർസെൻറ്റേജ് സ്ക്വയർ മാറ്റിയിട്ടുള്ള രൂപത്തിൽ, അപ്പോൾ ആ ഒരു 0. അങ്ങനെയുള്ള ഒരു ഡെസിമൽ രൂപത്തിലെ ഫ്രാക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആൻസർ ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ 0 പോയിൻ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ റെസിഡൽ വേരിയൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയൻസ് മൈനസ് സിസ്റ്റമാറ്റിക് വേരിയൻസ് ഉള്ള രൂപത്തിൽ സെക്യൂരിറ്റി എയും ബിയും സിയും എന്ത് ചെയ്യുക, സെയിം കാൽക്കുലേഷൻസ് ചെയ്യുക. സെയിം മോഡലിൽ നമ്മളിപ്പോൾ എയുടെ ചെയ്ത് അതേപോലെ തന്നെ ഇപ്പോൾ ബിയുടെ ആണെങ്കിൽ 0.025 ആണ് ടോട്ടൽ വേരിയൻസ്. അതിൽ നിന്ന് സിസ്റ്റമാറ്റിക് വേരിയൻസ് നമ്മൾ ഈ ഒരു 25 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ 250 - 25 മൈനസ് ചെയ്യുമ്പോൾ 225 വരും. അതുപോലെ തന്നെ മറ്റേ 1000 ആയിരുന്നു, 1000 നിന്ന് 121 മൈനസ് ചെയ്യുമ്പോൾ 879, ഓക്കെ, 879 എന്നുള്ള അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് റെസിഡൽ വേരിയൻസ് വരും. അപ്പോൾ രണ്ടാമത്തെ ആൻസറും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ യൂഷ്വൽ റെസിഡൽ വേരിയൻസ് ഓഫ് ദി ഈച്ച് ഓഫ് ദി 3 ഷെയർസ് ആണ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പോർട്ട്ഫോളിയോ വേരിയൻസ് യൂസിങ് ഏത് മോഡൽ? ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ. ഓക്കെ, സോ പോർട്ട്ഫോളിയോ വേരിയൻസ് യൂസിങ് എന്ത്? ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് സെക്യൂരിറ്റി അനാലിസിസ് കഴിഞ്ഞിട്ട് പോർട്ട്ഫോളിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദറ്റ് ഈസ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ RP ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ ഇൻറ്റു റിട്ടേൺ ഓഫ് എ പ്ലസ് വെയിറ്റ് ഓഫ് ബി ഇൻറ്റു റിട്ടേൺ ഓഫ് ബി എന്ന്, അല്ലേ? അതുപോലെ തന്നെ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ ഇൻറ്റു ബീറ്റ ഓഫ് എ പ്ലസ് വെയിറ്റ് ഓഫ് ബി ഇൻറ്റു ബീറ്റ ഓഫ് ബി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ വെയിറ്റ് ഓഫ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ പ്ലസ് വെയിറ്റ് ഓഫ് ബി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു? ഇത് യൂസ് ചെയ്യാം എങ്ങനെ? വെൻ കോറിലേഷൻ ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി 1 ആണെങ്കിൽ, ഓക്കെ, ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി 1 ആണ്, എയും ബിയും തമ്മിലുള്ള കോറിലേഷൻ 1 ആണെങ്കിലും ഓക്കെ, ഇതുപോലെ വെയിറ്റ് അവറേജ് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ കോറിലേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു വെയിറ്റ് അവറേജ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അത് തെറ്റാണ് അല്ലേ? പകരം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓക്കെ, ആദ്യം സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് കാണാൻ പറ്റി. അപ്പോൾ വേരിയൻസ് ആണ് സ്ക്വയർ റൂട്ടിനകത്ത് വരിക. സ്ക്വയർ റൂട്ട് ഓഫ് വെയിറ്റ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്ക്വയർ പ്ലസ് വെയിറ്റ് ഓഫ് ബി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് എ വെയിറ്റ് ബി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ആർ ബിറ്റ്വീൻ എ ബി. ഓക്കെ അല്ലേ? ഈ ഒരു ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ഒരു ഫോർമുലയുടെ ഈ ഒരു ലാസ്റ്റത്തെ 3 നമ്പറിന് ഇതിന് പകരം ഈ ലാസ്റ്റ് ഏത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ആർ ബിറ്റ്വീൻ എ ബിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? കോവേരിയൻസ് എ ബി എന്ന് യൂസ് ചെയ്യാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ ബിറ്റ്വീൻ എ ബി ഈസ് ഈക്വൽ ടു കോറിലേഷൻ ബിറ്റ്വീൻ എ ബി ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എ ബി ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഈ മുകളിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഫോർമുല എന്തായി മാറും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ബിറ്റ്വീൻ എ ബി ഈസ് ഈക്വൽ ടു ഇതായി മാറുമല്ലോ, കോവേരിയൻസ് എ ബി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫോർമുല നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ 3 എലമെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ? അപ്പോൾ ഈ ഒരു 3 മാറ്റിയിട്ട് നേരിട്ട് ഈ ഒരൊറ്റ അല്ലേ, ഇതിന് തുല്യമാണെങ്കിൽ തന്നെ ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? മനസ്സിലായോ? അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഫോർമുല ഡിസ്കസ് ചെയ്യുന്ന സമ്മറി ഓഫ് ഫോർമുല എന്നുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ കോൺസെപ്റ്റുകളൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക? ഈ ഫോർമുലയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 നമുക്ക് സിമ്പിൾ വെയിറ്റ് അവറേജ് ആണ്, പക്ഷെ അതുവഴി നമുക്ക് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ബീറ്റ് ഓഫ് ദി പോർട്ട്ഫോളിയോ കമ്പ്യൂട്ട് ചെയ്യാം. നേരെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്നല്ല, അങ്ങനെയല്ല കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് മാർക്കോവിഡ്സ് എന്ന് പറയുന്ന, ദറ്റ് ഈസ് മാർക്കോവിഡ്സ് നമ്മൾ സാധാരണ ഒരു മോഡൽസ് അല്ലേ, നമ്മൾ +1 +2 സമയത്ത് തന്നെ ഹെൻറി ഫയോൾ, FW ടൈലർ, അതുപോലെ എക്കണോമിക്സ് ഒക്കെ പഠിക്കും, ആദം സ്മിത്ത് അങ്ങനെയൊക്കെ പറയുമല്ലോ. അതുപോലെ ഓരോരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് പേരുകളിലാണ് നമ്മൾ പോർട്ട്ഫോളിയോ പഠിക്കുക. നമ്മളിപ്പോൾ വില്യം ഷാർപ്പ്, ട്രെയിനർ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ പഠിക്കുമല്ലോ. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വരുന്നത്
മാർക്കോവിറ്റ്സിൻ്റെ തിയറിയാണ്. മാർക്കോവിറ്റ്സ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഫോർമുല ഒക്കെ അറിയായിരിക്കും, പക്ഷേ ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേര് മാർക്കോവിറ്റ്സ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്നാണ്. ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല ആ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അപ്പോഴും നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ ഇങ്ങനെയൊക്കെ പഠിച്ചില്ലേ അല്ലേ, ഇവിടെ ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ ടു ഇങ്ങനെ. ദെൻ ഈ ഒരു മോഡലിനെ വിളിക്കുന്ന പേര് ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ ടു സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ എന്നും. നേരെ മറിച്ച് ടോട്ടൽ റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള ആ ഒരു വെയിറ്റ് ഓഫ് എ സ്ക്വയർ, ആ ഒരു ലോങ് ഫോർം ലെങ്ത് ആയിട്ടുള്ള ഫോർമുല, അതായത് മോഡലാണ് മാർക്കോവിറ്റ്സ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി, MPT എന്നൊക്കെ പറയും, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ആരുടെ, മാർക്കോവിറ്റ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. പോർട്ട്ഫോളിയോ ബീറ്റ റെസിഡൽ വേരിയൻസ് കഴിഞ്ഞു. ഞാൻ പറയുന്നത് വെച്ചാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പോർട്ട്ഫോളിയോ വേരിയൻസ് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ മുഴുവൻ വേരിയൻസ് അപ്രോച്ച് ആണ്. സോ കാൽക്കുലേറ്റ് ദ പോർട്ട്ഫോളിയോ വേരിയൻസ് യൂസിങ് ഏത് അപ്രോച്ച്, ഷാർപ്പ് ഇൻഡെക്സ് മോഡലിനാണ്. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ അഗെയിൻ പോർട്ട്ഫോളിയോ വേരിയൻസ് തന്നെയാണ്. 3ാമത്തെ ക്വസ്റ്റ്യനും പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ്, 4ാമത്തെ ക്വസ്റ്റ്യനും പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ്. പക്ഷേ 3ാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ദ ബേസ് ഓഫ് ഷാർപ്പ് ഇൻഡെക്സ് മോഡലും 4ാമത്തത് ഓൺ ദ ബേസ് ഓഫ് ദി മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഗിവൻ ബൈ ആരാണ്, മാർക്കോവിറ്റ്സ് ആണ്. അപ്പോൾ ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആ ഒരു മോഡലാണ് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ മോഡേൺ മോഡൽ. ഓക്കെ, സോ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ആയിട്ടുള്ള മോഡലാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ 3ാമത്തെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് മോഡലാണ്, ഷാർപ്പ് ഇൻഡെക്സ് മോഡലിലാണെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതാദ്യം ചെയ്തിട്ട് 4ാമത്തിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് യൂസിങ് ഏത് മോഡൽ, ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ. ഫോർ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ് അല്ലേ. വേരിയൻസ് ഇപ്പോൾ റിസ്കിന് വരെ വേരിയൻസ് ഉള്ളത് കൊടുത്താൽ മതി. ഫോർ സിസ്റ്റമാറ്റിക് റിസ്ക് അഥവാ സിസ്റ്റമാറ്റിക് വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ അല്ലേ. ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ അല്ലേ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ടോട്ടൽ റിസ്ക്കും സിസ്റ്റമാറ്റിക് റിസ്ക് മൈനസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ഇതെല്ലാം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് ഈച്ച് സെക്യൂരിറ്റിയുടെ ആണ്. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ഈച്ച് സെക്യൂരിറ്റിയാണ്. ഓക്കെ, നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോയുടെ റിസ്ക് ആണ്. രണ്ടാണ്. സെക്യൂരിറ്റി റിസ്ക്കും പോർട്ട്ഫോളിയോ റിസ്ക്കും സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്, അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ എന്താ പറയുക മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 8 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാം, പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പോർട്ട്ഫോളിയോ വേരിയൻസ് യൂസിങ് ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ. Therefore total risk is equal to systematic risk plus unsystematic. Systematic risk is equal to beta of the portfolio square into standard deviation of the market square. അതിനുവേണ്ടി ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ, 0.66 ഫസ്റ്റ് പാർട്ടിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ അല്ലേ. അപ്പോൾ 0.66ൻ്റെ എന്തെടുക്കുക, സ്ക്വയർ എടുക്കുക. അപ്പോൾ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ സ്ക്വയർ ആയി. ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയറിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് 10% അല്ലേ, അതിൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ അല്ലേ. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ യൂസിങ് ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ ഭയങ്കര എളുപ്പമായി. ദാറ്റ് ഈസ് 0.66ൻ്റെ സ്ക്വയർ ഇൻറ്റു 10 സ്ക്വയർ, 10 100 അല്ലേ. സോ 100 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ 100 നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, പെർസെൻറ്റേജ് സ്ക്വയർ ആയതുകൊണ്ട് 0.0100 എന്ന് എഴുതണം. ഓക്കെ, 0.0100 എന്ന് എഴുതണം. അപ്പോൾ അതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.66 ഇൻറ്റു 0.0100 ഈസ് ഈക്വൽ ടു നമുക്ക് പോർട്ട്ഫോളിയോയുടെ ഇതിൻ്റെ സ്ക്വയർ 0.6ൻ്റെ സ്ക്വയർ ഇൻറ്റു പെർസെൻറ്റേജിൻ്റെ ഇതിൻ്റെ സ്ക്വയർ വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് 0.66 ഇൻറ്റു 0.4356 into 0.0100 comes to 0.004356. ഇങ്ങനൊരു ആൻസർ വരും. നമ്മളുടെ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേരിയൻസ് എന്ന് പറയാം. നോക്കാം. സോ സിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ. അപ്പോൾ ബീറ്റ 0.66 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് 10 ആണ്. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 വരും.
അപ്പോൾ 100% സ്ക്വയർ എന്നാണ്. 100% സ്ക്വയർ നമ്മൾ ഡെസിമൽ ഇതിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് അവിടെ 0.0100 എന്നുള്ളത് വരും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ നമ്മൾ നോർമലി ഇതിലോട്ട് മാറ്റാനൊന്നുമില്ല. ഇതിന് നമ്മൾ 100 × 100 കൊണ്ട് ചെയ്യുക. 100 × 100 അല്ലേ, നമുക്ക് 100 × 100 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് എത്രയാണ്? 43.56 സാധാരണ രീതിയിൽ മുമ്പത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത രൂപത്തിൽ പറയുകയാണെങ്കിൽ 43.56 ആണ് എന്ന് പറഞ്ഞത് നമ്മളുടെ വേരിയൻസ് എന്ന് പറഞ്ഞത് നോർമൽ നമ്പറിന്റെ രൂപത്തിലുള്ള വേരിയൻസ്. ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് സിസ്റ്റമാറ്റിക് അല്ലേ. സോ സിസ്റ്റമാറ്റിക് വേരിയൻസ് ഈസ് ഈക്വൽ 43.56 നമുക്ക് കിട്ടും. അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 10,000 ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്പർ 0.004356 കിട്ടും. ഓക്കെ, യെസ്. അടുത്തത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് വേരിയൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ഇപ്പോൾ പറഞ്ഞ പോലെ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ് സ്ക്വയർ. ഇനി അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ തൊട്ട് മുകളിൽ നമ്മൾ ചെയ്തതാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ആരുടെ? എയും ബിയും സിയുടെ സെക്യൂരിറ്റിയുടെ ആണ്. അതെന്ന് പറയുന്നത് ടോട്ടൽ വേരിയൻസിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? സിസ്റ്റമാറ്റിക് വേരിയൻസ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കിട്ടിയിരുന്നത്. എന്തിൻ്റെ? ദറ്റ് ഈസ് നമ്മളുടെ ഓരോ സെക്യൂരിറ്റിയുടെയും അൺസിസ്റ്റമാറ്റിക് വേരിയൻസ്. ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോയുടെ എന്ത് കിട്ടണം? അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഓക്കെ. പോർട്ട്ഫോളിയോ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ വേരിയൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ മൈനസ് എന്ത് ചെയ്യുക? സിസ്റ്റമാറ്റിക് വേരിയൻസ്. അതിന് ടോട്ടൽ വേരിയൻസ് അറിയോ? പോർട്ട്ഫോളിയോ ടോട്ടൽ വേരിയൻസ് അറിയോ? ഇല്ല. അപ്പോൾ ടോട്ടൽ വേരിയൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പം അത് കമ്പ്യൂട്ട് ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ടോട്ടൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സിസ്റ്റമാറ്റിക് വേരിയൻസ് വേണം, അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് വേണം. ഇതിൻ്റെ സിസ്റ്റമാറ്റിക് വേരിയൻസ് ആണ് ഈ കിട്ടി നിൽക്കുന്നത് ഇപ്പോൾ 0.0043. അതാണ് സിസ്റ്റമാറ്റിക്. ഇനി നമുക്ക് ഈ ഒരു അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ വേരിയൻസ് കിട്ടും. ഓക്കെ, അതാണ് പോർട്ട്ഫോളിയോ വേരിയൻസ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. ഓക്കെ, യെസ്. നോക്കുക, നമുക്കൊരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ് അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് 3 സെക്യൂരിറ്റി ആയിട്ടുള്ള എയും ബിയും സിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എയും ബിയുടെയും ഒരു കളക്ഷൻ, എയും ബിയും സിയും കൂടെ ചേർന്നതാണ് എന്ത് പറയുന്നത്? നമ്മളെ പോർട്ട്ഫോളിയോ. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോയുടെ സ്വഭാവം നമ്മളെപ്പോഴും സാധാരണ പറയുന്ന പോലെ ഒരു മിക്സ് ചെയ്യുമ്പോൾ ബക്കറ്റിലെ വെള്ളം അല്ലേ, നമ്മളങ്ങനെ ഒരു പാത്രത്തിലെ വെള്ളം എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ടൈപ്പ് വെള്ളം മിക്സ് ചെയ്തൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു സ്വഭാവം ഇവരുടെ എയും ബിയുടെയും സിയുടെയും സ്വഭാവത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു എയും ബിയും സിയും ചേർന്ന ഒരു പോർട്ട്ഫോളിയോയുടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ആരുടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ചേർന്നതായിരിക്കും? എയും ബിയും സിയുടെയും അൺസിസ്റ്റമാറ്റിക് റിസ്ക് ചേർന്ന് ആ ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്ക് തന്നെയായിരിക്കും ആരുടെ? ഈ ഒരു പോർട്ട്ഫോളിയോയുടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഓരോരുത്തരും എത്രത്തോളം അളവിൽ ചേർത്തിട്ടുണ്ടോ ആ അളവിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് കൺസിഡർ ചെയ്യണം. അത് വെറുതെ എയും ബിയും സിയും അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം എ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എയുടെ സ്വഭാവമായിരിക്കും വെള്ളത്തിന് കൂടുതൽ ഉണ്ടാവുക. ബി ആണ് കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ളെങ്കിൽ ബിയുടെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. സി ആണ് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് സി ആണ് കൂടുതലെങ്കിൽ സിയുടെ സ്വഭാവമായിരിക്കും ആ വെള്ളത്തിന് കൂടുതൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റേജും കൂടി കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക് അഥവാ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഈസ് ഈക്വൽ ടു അൺസിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് എന്ത് വേണം പറയാം? അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി രൂപത്തിൽ പഠിക്കുകയാണ്. വെയിറ്റ് ഓഫ് ദി സെക്യൂരിറ്റി സ്ക്വയർ ഇൻറ്റു അതിൻ്റെ അതിൻ്റെ വേരിയൻസ് അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് എത്രയാണോ അത്. ഓക്കെ, അപ്പോൾ അതിനാണ് അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെക്യൂരിറ്റിയുടെ വെയിറ്റിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എടുക്കുക, അതിൻ്റെ സം എടുക്കുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ടെങ്കിൽ 3 സെക്യൂരിറ്റി. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ആദ്യം എ എടുക്കുക. ഓക്കെ, സോ എ എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു എയുടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബി പ്ലസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ എലമെന്റ് ഡി പ്ലസ് അടുത്തത് ബി, ഇവിടെ എ ആണ് വരിക. അടുത്തത് രണ്ടാമത്തത് കഴിയുമ്പോൾ വെയിറ്റ് ഓഫ് ബി എത്രയാണ് അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് ആര് എടുക്കുക? ബി എടുക്കുക. പ്ലസ് വെയിറ്റ് ഓഫ് സി സ്ക്വയർ എടുക്കുക ഇൻറ്റു അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് ആര് എടുക്കുക? സി എടുക്കുക. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് മനസ്സിലാക്കിയത് നമ്പർ രൂപത്തിൽ ഇത് വളരെ സിമ്പിളാണ്. 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആൻസറിലോട്ട് വരാം. ഫസ്റ്റത്തെ ചെയ്യുകയാണെങ്കിൽ ആദ്യം സിസ്റ്റമാറ്റിക് വേരിയൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അൺസിസ്റ്റമാറ്റിക് വേരിയൻസിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ദറ്റ് ഈസ് നമ്മൾ ഫസ്റ്റത്തെ എയുടെ വെയിറ്റിൻ്റെ സ്ക്വയർ എടുക്കുക. എയുടെ വെയിറ്റ് എയും ബിയും സിയുടെ വെയിറ്റ് ഒന്ന് നോക്കിയ ക്വസ്റ്റിൻ്റെ അകത്ത്
0.2 0.5 0.3 അല്ലേ. അപ്പോൾ നമ്മൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയത് 0.2, അപ്പോൾ 0.2 സ്ക്വയർ വരും, അടുത്തതിൽ 0.5 സ്ക്വയർ വരും, പിന്നെ 0.3 സ്ക്വയർ വരും, വെയിറ്റിൻ്റെ സ്ക്വയർ അല്ലേ. നമ്മൾ അത് ആദ്യം നോക്കുകയാണ്. സോ 0.2യുടെ സ്ക്വയർ, 0.5ൻ്റെ സ്ക്വയർ, അതുപോലെ തന്നെ 0.3യുടെ സ്ക്വയർ. അപ്പോൾ ഓരോ സെക്യൂരിറ്റിയുടെ വെയിറ്റേജിൻ്റെ സ്ക്വയർ. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതുകൊണ്ടാണ്? അതിൻ്റെ കറസ്പോണ്ടിങ് അതാത് സെക്യൂരിറ്റീസ് അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കൊണ്ട്. അതെവിടെ നിന്ന് കിട്ടും? അത് ഓൾറെഡി ക്വസ്റ്റിന് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. റെസിഡൽ വേരിയൻസ് ഓഫ് എ ബി സി അല്ലേ. അപ്പോൾ റെസിഡൽ വേരിയൻസ് ഓഫ് എ എത്രയാണ്? 0.0134 അല്ലേ. അപ്പോൾ 0.0134 എന്ന് പറയുന്ന ഇവിടെ റെസിഡൽ വേരിയൻസ് ഓഫ് എ അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് എ ഇൻറ്റു വെയിറ്റ് ഓഫ് എയുടെ സ്ക്വയർ എടുക്കുക, പ്ലസ് അടുത്ത രണ്ടാമത്തെ സെക്യൂരിറ്റി ബി അല്ലേ. ബിയുടെ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് എടുക്കുക. ബിയുടെ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് 0.0225 ഇൻറ്റു അതിൻ്റെ വെയിറ്റിൻ്റെ സ്ക്വയർ. ദെർഫോർ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് ബി എടുക്കുക ഇൻറ്റു വെയിറ്റ് ഓഫ് ബിയുടെ സ്ക്വയർ, പ്ലസ് അടുത്തതായിരിക്കും അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് ആരുടെ? സി എടുക്കുക, അതിൻ്റെ വെയിറ്റിൻ്റെ സ്ക്വയർ അല്ല, അതിന് 0.0879 ആണ്. ദെർഫോർ അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് ഓഫ് സി ഇൻറ്റു വെയിറ്റ് ഓഫ് സിയുടെ സ്ക്വയർ. അത് ഇവിടെയാണ് 0.3 സ്ക്വയർ കൊടുത്തേക്കുന്നത്. ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഓരോ സെക്യൂരിറ്റിയുടെ വെയിറ്റേജ് എത്രയാണോ അതിൻ്റെ സ്ക്വയറിന് അതിൻ്റെ കറസ്പോണ്ടിങ് അൺസിസ്റ്റമാറ്റിക് വേരിയൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസിന് വേണ്ടി നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക്കും കിട്ടി, പോർട്ട്ഫോളിയോ സിസ്റ്റമാറ്റിക് റിസ്ക് കിട്ടി, പോർട്ട്ഫോളിയോ അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കിട്ടി. വൺസ് അത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ റിസ്ക് ഈസ് ഈക്വൽ സിസ്റ്റമാറ്റിക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റമാറ്റിക് 0.04356 ആണ്, 0.004356. അൺസിസ്റ്റമാറ്റിക് 0.014072 കിട്ടും. രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ വേരിയൻസ് കിട്ടുക. ടോട്ടൽ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നമ്പറിൽ പറയുകയാണെങ്കിൽ ഈ നമ്പറിന് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.018428 ഇൻറ്റു 100 ഇൻറ്റു 100 10,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 184.28. ഓക്കെ, 0.018428 ഓക്കെ ഇൻറ്റു 184.28 ആയിരിക്കും നമുക്ക് എന്ത് വരാം? ഇതിൻ്റെ നോർമൽ നമ്പറിൽ എന്ത് വരാം? പോർട്ട്ഫോളിയോയുടെ ഇത് വരാം, ടോട്ടൽ റിസ്ക് വരാം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് 140.72 വരും. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമുക്ക് 43 വരും. ഓക്കെ, ഇതിൽ ചെയ്യുമ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 184.28 അങ്ങനെ വരും. യെസ്, മൂന്നാമത്തേത് കഴിഞ്ഞു. ഇനി അടുത്ത് നാലാമത്തെ നോക്കാം. ദറ്റ് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പോർട്ട്ഫോളിയോ വേരിയൻസ് ഓൺ ദ ബേസ് ഓഫ് ദി മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഗിവൻ ബൈ മാർക്കോവിറ്റ്സ്. ഓക്കെ, പോർട്ട്ഫോളിയോ വേരിയൻസ് ഓൺ ദ ബേസ് ഓഫ് ദി മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഗിവൻ ബൈ മാർക്കോവിറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു വെയിറ്റ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എ സ്ക്വയർ പ്ലസ് വെയിറ്റ് ഓഫ് ബി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബി സ്ക്വയർ പ്ലസ് ഇവിടെ 3 ഉള്ളതുകൊണ്ട് വെയിറ്റ് ഓഫ് സി സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ബി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി ആർ ബിറ്റ്വീൻ എ ബി പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ഓഫ് എ വെയിറ്റ് ഓഫ് സി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സി ആർ ബിറ്റ്വീൻ എ സി പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ഓഫ് ബി വെയിറ്റ് ഓഫ് സി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ബി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സി ആർ ബിറ്റ്വീൻ ബി സി. എന്നാൽ ആ ഒരു എ ബി കോമ്പിനേഷൻ, എ സി കോമ്പിനേഷൻ, പിന്നെ ബി സി കോമ്പിനേഷൻ. ഓക്കെ, 3 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എയും ബിയും സിയും ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ ഏതൊക്കെ വരും? ഒന്ന് എയും ബിയും, പിന്നെ ഒന്ന് എയും സിയും, പിന്നെ ബിയും സിയും. അങ്ങനെ ഈ 3 കോമ്പിനേഷൻസ് എന്ത് എടുത്തിട്ട് ആ ഫോർമുല ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ദെർഫോർ പോർട്ട്ഫോളിയോ വേരിയൻസ് ഓൺ ദ ബേസ് ഓഫ് മാർക്കോവിറ്റ്സ് തിയറി എന്നിട്ട് വലിയൊരു ഫോർമുല നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ ആ ഒരു വലിയൊരു ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇത് വെച്ച് ചെയ്യേണ്ട, ഞാൻ പഠിപ്പിച്ച രൂപത്തിൽ അത് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇത് ഫോളോ ചെയ്യാതെ നമ്മൾ പഠിച്ച രൂപത്തിൽ എന്ത് ചെയ്യുക? ഇവിടെ വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ആ സ്ക്വയർ റൂട്ട് ഇടുന്നില്ല. സ്ക്വയർ റൂട്ട് നമ്മൾ ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കണ്ട, കാരണം നമുക്ക് വേരിയൻസ് ആണ് ക്വസ്റ്റിനകത്ത്, പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കാതെ ചെയ്യുക. ദെൻ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? നമ്മളുടെ പോർട്ട്ഫോളിയോ വേരിയൻസ് കിട്ടും യൂസിങ് മാർക്കോവിറ്റ്സ് മോഡല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത വെയിറ്റ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആരും പോയിട്ട് ഇവിടെ പോയിട്ട് ഇതിനെ സ്ക്വയറിലോട്ടൊന്നും ചെയ്യരുത്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഇത് വേരിയൻസിൻ്റെ രൂപത്തിലാണ്. വേരിയൻസ് മീൻസ് ഇൻ സ്ക്വയർ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പം ഇനി പോയിട്ട് 0.015 സ്ക്വയർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അത് വേരിയൻസ് രൂപത്തിലാണ്. നമ്മൾ എന്തിനാണ് സാധാരണ ഫോർമുലയിൽ വെയിറ്റ് ഓഫ് എ ഇൻറ്റു
വെയിറ്റ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡ് ഡീവിയേഷൻ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? വേരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ വേരിയൻസ് ഓൾറെഡി ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമ്പോൾ പോയിട്ട് എന്ത് എടുക്കേണ്ട ആവശ്യമില്ലാന്ന്, സ്ക്വയർ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ലെങ്തി ഫോർമുല ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ ഇസ് ഈക്വൽ ടു പറഞ്ഞ ഇങ്ങനെ ചെയ്യാം. സോറി, ഇവിടെ സ്ക്വയർ റൂട്ട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ സ്ക്വയർ, സോ ഇത് 0.2 സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡ് ഡീവിയേഷൻ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് 0.015. ഓക്കെ, പ്ലസ് വെയിറ്റ് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.5 സ്ക്വയർ. ഓക്കെ, വെയിറ്റ് ഓഫ് ബി സ്ക്വയർ 0.5 സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡ് ഡീവിയേഷൻ ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി 0.025 അല്ലേ, 0.025 പ്ലസ് വെയിറ്റ് ഓഫ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.3 സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡ് ഡീവിയേഷൻ ഓഫ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.0100. 0 ഉണ്ടോ? വെറും 1 ഉള്ളു, 0 ഇല്ല. ഇവിടെ ഇത് ഏത് വെയിറ്റ് ഓഫ് എ സ്ക്വയർ ഷാൻ ബി എ സ്ക്വയർ പ്ലസ് വെയിറ്റ് ഓഫ് ബി സ്ക്വയർ ഷാൻ ബി സ്ക്വയർ പ്ലസ് വെയിറ്റ് ഓഫ് സി സ്ക്വയർ ഷാൻ സി സ്ക്വയർ. ആ ഒരു 3 ടൈമായി അല്ലേ. ഇനി അടുത്തത് പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു വെയിറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു കോവേരിയൻസ് ബിറ്റ്വീൻ എ ബി. ഇതാ പറയുക കോവേരിയൻസ് ബിറ്റ്വീൻ എ ബി, ദറ്റ് ഈസ് ക്വസ്റ്റിൻ്റെ അകത്ത് ഓൾറെഡി തന്നിട്ടില്ലേ. കോവേരിയൻസ് ബിറ്റ്വീൻ എ ബി എസ് 0.030 പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ഓഫ് എ ഇൻറ്റു വെയിറ്റ് ഓഫ് എ 0.2 വെയിറ്റ് ഓഫ് സി 0.3 ഇൻറ്റു കോവേരിയൻസ് എ സി ചെയ്താൽ പോരെ, കോവേരിയൻസ് എ സി 0.020 20 40. ഓക്കെ, അടുത്ത പ്ലസ് 2 ഇൻറ്റു വെയിറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ദർ ഈസ് 0.5 ഇൻറ്റു വെയിറ്റ് ഓഫ് സി ദർ ഈസ് 0.3 ഇൻറ്റു കോവേരിയൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ 0.040. ഓക്കെ, ഇതിൻ്റെ എന്ത് ചെയ്യുക, സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എടുക്കുക ആദ്യം, പിന്നെ ഇതിൻ്റെ ആൻസർ എടുക്കുക, ഇതിൻ്റെ ആൻസർ എടുക്കുക, പിന്നെ ഇതിൻ്റെ ആൻസർ ഒന്നിച്ചെടുക്കുക, പ്ലസ് ഇതിൻ്റെ ആൻസർ എടുക്കുക, ഇതിൻ്റെ ആൻസർ എടുക്കുക, ആഡ് ചെയ്ത് വിടുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0.0363 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. കറക്റ്റ് ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റിക്കാതെ ചെയ്യുകയാണെങ്കിൽ ഈ സെയിം ആൻസർ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ.